ഒരു പ്ലാവ് വെച്ചിട്ട് അത് കായ്ക്കുന്നില്ല എന്ന് ഒരുപാട് പരിഭവം പറഞ്ഞ വീട്ടുകാർ ഇപ്പോൾ ആ ചക്ക ഒരുപാട് കായ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ തലവേദനയാണ്. ഇത് ആർക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ തലവേദനയിലാണ്. 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞാണ്, പക്ഷേ 7 വർഷമായിട്ടും കായ്ച്ചില്ല. അതിൽ ചെറിയൊരു ട്രിക്ക് കാണിച്ചപ്പോൾ 100 കണക്കിന് ചക്കയാണ് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു വര വരച്ചിട്ട് അതിൻ്റെ അടിയിൽ 1 ഇഞ്ചും കൂടിയിട്ട് ഇങ്ങനെ അടിയിൽ വരയ്ക്കുക. എന്നിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് അതിൻ്റെ തൊലി മാത്രം ചെത്തിക്കളയണം. പിറ്റത്തെ വർഷം മുതൽ 5-6 ഉണ്ടായി, പിന്നെ അതിൽ കൂടുതലുണ്ടായി, പിന്നെ ഇപ്പോൾ ഇത്ര 100 ഉണ്ടായി. ഇപ്പോൾ അടുത്ത പോലെ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക, ഓരോ വർഷം കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ഷീറ്റ് ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചാൽ ഇത്ര ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനൊന്നും കളയാൻ തോന്നിയില്ല. വലിയ തലവേദനയല്ലേ? അതെ അതെ, തലവേദനയായി. പട്ടികൾ പ്രസവിച്ചെടുക്കണ ചക്ക പന്നി പ്രസവിക്കുന്ന പോലെ. നമസ്കാരം. ഒരു പ്ലാവ് വെച്ചിട്ട് അത് കായ്ക്കുന്നില്ല എന്ന് ഒരുപാട് പരിഭവം പറഞ്ഞ വീട്ടുകാർ ഇപ്പോൾ ആ ചക്ക ഒരുപാട് കായ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ തലവേദനയാണ്. ഇത് ആർക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ തലവേദനയിലാണ്. 10 വർഷം മുമ്പാണ് ഒരു പ്ലാവ് വാങ്ങുന്നത്. ചക്ക കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞാണ്, പക്ഷേ 7 വർഷമായിട്ടും കായ്ച്ചില്ല. അതിൽ ചെറിയൊരു ട്രിക്ക് കാണിച്ചപ്പോൾ 100 കണക്കിന് ചക്കയാണ് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് പറവൂർ മനക്കപ്പടി ശങ്കരവാര്യർ എന്ന ചേട്ടൻ്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു അത്ഭുതം നടന്നിരിക്കുന്നത്. 100 കണക്കിന് ചക്കയാണ് നമ്മൾ കണ്ടില്ലേ കായ്ച്ചു കിടക്കുന്നത്. ശങ്കരവാര്യർ ചേട്ടൻ തന്നെ നമ്മുടെ ഒപ്പം ശരിയാണ്. ചേട്ടാ, എങ്ങനെയാണ് കായ്ക്കാതിരുന്ന ഈ ഒരു പ്ലാവ് ഇത്ര 100 കണക്കിന് ചക്കകൾ ഇങ്ങനെ കായ്ക്കാൻ ഇടയായത്? എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടു, ചക്ക പ്ലാവ് കായ്ച്ചില്ലെങ്കിൽ മോതിരവളയം എന്നൊരു പരിപാടിയുണ്ട്, അത് ഇട്ട് നോക്കിയാൽ കായ്ക്കും എന്ന് തോന്നി. അങ്ങനെ കാണിച്ചു മോതിരവളയം ഇട്ടു. അതിനുശേഷം പിന്നീട് കണ്ട കാഴ്ച എന്താണ്? പിന്നത്തെ വർഷം തന്നെ ഈ മോതിരവളയത്തിന് താഴെയായിട്ട് ചക്ക കായ്ച്ചു. ഒരു 8-10 ചക്ക ആദ്യത്തെ കൊല്ലം ഉണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം ഇതിനടിയിൽ തന്നെ ധാരാളം ചക്ക ഉണ്ടായിരുന്നു, താഴെ മാത്രം. ഇതാണ് മോതിരവളയം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നുള്ളൊരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ മോതിരവള ഇട്ട് കൊടുത്തത് മദനവാര്യർ ചേച്ചിയാണ്. ചേച്ചി, എങ്ങനെയായിരുന്നു ഇത്? ഈ മോതിരവള എന്ന് പറഞ്ഞ സംഭവം എന്താണത്? ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു വര വരച്ചിട്ട് അതിൻ്റെ അടിയിൽ 1 ഇഞ്ചും കൂടിയിട്ട് ഇങ്ങനെ അടിയിൽ വരയ്ക്കുക. എന്നിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് അതിൻ്റെ തൊലി മാത്രം ചെത്തിക്കളയണം. അപ്പോൾ ഞാൻ വെട്ടിക്കളയാൻ വേണ്ടി നിൽക്കായിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഇതൊരു പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ പിറ്റത്തെ വർഷം മുതൽ 5-6 ഉണ്ടായി, പിന്നെ അതിൽ കൂടുതലുണ്ടായി, പിന്നെ ഇപ്പോൾ ഇത്ര 100 ഉണ്ടായി. ഇപ്പോൾ 100 ഇതിൽ കുറേ ആൾക്കാർക്ക് പറിച്ചു കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇടിഞ്ചൊക്കെ ആയിട്ടൊക്കെ വിഷുവിനും ഇതിനൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചു. തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട് ഇത്. കാരണം ആൾക്കാർ കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്ത് തീർത്തല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അടി കിടക്കുന്നത് ജാമായിട്ട് അതൊന്നും വളരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ നിന്നെല്ലാം എടുത്ത് പൊട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ നമുക്ക് ഇനി മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളത്തിൽ ഈ മണ്ണിൽ മുട്ടിക്കഴിഞ്ഞാൽ എല്ലാം പൂത്ത് ചീത്തയായി പോകും, അഴുകിപ്പോവും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ചാക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് പൊക്കി നമുക്ക് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ആദ്യം തന്നെ ഇത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 10 വർഷം മുമ്പ് ഇത് എവിടുന്നാണ് വാങ്ങിയത്? മണ്ണുത്തിന്ന് വാങ്ങിച്ചോണ്ട്, എൻ്റെ ബ്രദറാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇത് വരിക്ക തന്നെയാണ്. നല്ല വറക്കാനും എല്ലാത്തിനും നല്ലതാണ്. നല്ല മധുരം എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. തയ്യല്ല, ഈ ചക്ക തന്നെ ചോദിച്ചിട്ടുണ്ട് പലരും. പിന്നെ അമ്പലത്തിൽ, ഇവിടെ ഒരു അമ്പലത്തിലൊരു 10 വർഷം മുമ്പ് വെച്ചു, 3 വർഷം കഴിയുമ്പോഴത്തേക്ക് വിളവ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടായിരുന്നപ്പോൾ ഇത് വെട്ടിക്കളയണമെന്ന് വല്ലതും തോന്നിയോ? അങ്ങനെ തോന്നിയത് 7 വർഷം വരെ നിന്നു. പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങ വീഴുമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ വീണിട്ട് ഇതെല്ലാം ചീത്തയാവുമായിരുന്നു. എന്നാൽ പിന്നെ വെട്ടിക്കളയത് എന്തിനാ ഇതെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ്, മോതിരവളയം വന്നിട്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഇത്രയും വന്നത്. വേറെ എവിടെയും നമ്മൾ ഇത്രയും ഇങ്ങനെ കണ്ടിട്ടില്ല, വലിയ പ്ലാവിൽ പോലും ഇത്രയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് മോതിരവള ഇട്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആയേക്കണത്. ചക്ക ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പഴുക്കുമ്പോൾ നല്ല മധുരം, പഴുക്കുമ്പോൾ നല്ല മധുരമാണ്. വറക്കാനും കൊള്ളാം. ഇത് നല്ല വറക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് ചക്ക ഇട്ടിട്ട് വറക്കാൻ വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് വറക്കാൻ വെച്ചത്. കാരണം ഇവ മുകളിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇപ്പം ഇന്ന് രാവിലെ ഇട്ടിട്ട് അത് വറക്കാൻ വേണ്ടി. മോതിരവളയം ഇട്ടതിന് താഴെ മാത്രമാണ് ഇത്രയും? അതെ അതെ, മോതിരവളയം ഇവിടെ ഇട്ടേക്കണത് കണ്ടോ, അടയാളം കണ്ടോ, ഒരു സ്ക്വയർ ഇതിൽ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ അങ്ങ് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അടുത്തല്ല ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും വരണത്. ഒരു വട്ടം മാത്രം അത് ഇട്ട് കൊടുത്താൽ മതിയോ? ഒരു തവണ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ അതിനിപ്പോൾ അടുത്ത കൊല്ലം എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക, ഓരോ വർഷം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ഷീറ്റ് ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചാൽ ഇത്ര ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനൊന്നും കളയാൻ തോന്നിയില്ല. എല്ലാം വലിയ തലവേദനയല്ലേ? അതെ അതെ, തലവേദനയായി. തീർച്ചയായിട്ടും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നത്, താഴെ നിലത്തൊക്കെ കിടക്കുകയാണ്, ആ രീതിയിലാണ്. അമ്മ ഇങ്ങനെ ഈ പ്ലാവ് ഇങ്ങനെ വേരിൽ കായ്ച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ എന്നെ വിളിച്ചതല്ലേ ഇപ്പം കാണാം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞു പട്ടികൾ പ്രസവിച്ച് കിടക്കണ പോലെ ചക്ക ഉണ്ടാക്കി കൊടുക്കണമെന്ന്. പന്നി പ്രസവിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു അതിനെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോയതാ. ഇപ്പോൾ അതേ നാട്ടുകാർ മുഴുവനും അറിഞ്ഞു, മാതൃഭൂമിയിലൊക്കെ ന്യൂസിലും എല്ലാം വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്ത കൊല്ലം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞൂടെ വന്നു. അതൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ ഒരുപാട് കൊടുത്താൽ കൂടുതൽ കിട്ടുമെന്ന്. കൂടുതൽ കിട്ടും, അതാണ്. അപ്പം ഞാൻ അതിനോട് പറഞ്ഞു കൊടുക്കണേക്കും ചക്ക വറക്കാനോ പറഞ്ഞാൽ എനിക്ക് തരണം എന്ന് പറഞ്ഞൊക്കെയാണ്. മേടിക്കാൻ വന്നതാണ് ഇപ്പോൾ. ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പം ഞാൻ നിങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇപ്പോൾ ഈ ചക്ക ചോദിച്ച് ഇവിടെ എത്തുന്നുണ്ട്, വാർത്തയൊക്കെ വന്നു. എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ മരത്തിലൊരു മോതിരവളയം, ഈ ഒരു തൊലി ഇങ്ങനെ ചെത്തി മാറ്റി റൗണ്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ചക്ക ഇങ്ങനെ കായ്ച്ചതെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ അത്ഭുതം തന്നെയാണ്. ഒരുപാട് ചക്കകളാണ് ഇപ്പോൾ കായ്ച്ചു കിടക്കുന്നത്. ഫലം ഒന്നും തരാതിരുന്ന ഈ ചക്കയ്ക്ക് ചെറിയൊരു ഒരു സ്ട്രെസ്സ് കൊടുത്തപ്പോൾ കൂടുതൽ ചക്ക തന്നിരിക്കുകയാണ് ഇപ്പോൾ ശങ്കരവാര്യ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും. നാട്ടുകാരെല്ലാവരും ഇവിടെ വന്ന് ചക്ക എടുത്തുകൊണ്ട് പോവുകയാണ്. നോർത്ത് പറവൂരിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.